വേദന ഉണ്ടോ അഭി? ദേഹത്ത് മുറിവുണ്ടായ പിന്നെ വേദന ഉണ്ടാവില്ലേ? തണുത്ത് ചിരിക്കുന്നു. വേദന ഉണ്ടാവാൻ ദേഹത്ത് മുറിവുണ്ടാവണമെന്നില്ല, മനസ്സ് മുറിഞ്ഞാലും പോരെ. അഖില ഇന്നലെ പറഞ്ഞതൊക്കെ അഭിയോടായിരുന്നെങ്കിൽ എന്തു പറയായിരുന്നു തിരിച്ച്? പേടികൊണ്ടാ പുറത്തേക്ക് പോണ്ടാന്ന് പറഞ്ഞത്. അഭിക്ക് എന്താ പറ്റിയെന്നുള്ള കാര്യം ആരും അറിയണ്ടെന്ന് അഭിയും പറഞ്ഞു. അതിന്റെ പേരില് എന്തൊക്കെയാ അഖില സങ്കല്പിച്ചുണ്ടാക്കിയെന്നറിയോ? അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ? അവളുടെ ഭാഗത്തുനിന്ന് താനൊന്ന് ആലോചിച്ച് നോക്ക്. ആകാശിന്റെ കൂടെ പുറത്തു പോവാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ താൻ തടസ്സം പറയുന്നത്. അതിന്റെ യഥാർത്ഥ കാരണം നമ്മൾ പറയുന്നുമില്ല. സ്വാഭാവികമായിട്ടും തെറ്റിദ്ധാരണ ഉണ്ടാവില്ലേ? ഇല്ലേ? എന്റെ അവസ്ഥ അഭിയൊന്ന് ആലോചിച്ച് നോക്ക. നല്ല ഉദ്ദേശം വെച്ച് ചെയ്തതൊക്കെ എനിക്ക് തിരിച്ചടിക്ക. ഇന്നലത്തെ സംഭവം മാത്രമല്ല, അഖിലയ്ക്ക് സ്വർണം വാങ്ങാനല്ലേ ഞാൻ ബാങ്കിൽ ലോൺ അപേക്ഷിച്ചത്. അതും എന്റെ കള്ളത്തരമായിട്ടാ വീട്ടിലുള്ളവർ കാണുന്നത്. എല്ലാ കാര്യത്തിനും കൂട്ടു നിൽക്കുന്ന അനഘയ്ക്കും അച്ഛനും പോലും അക്കാര്യത്തിൽ സംശയമുണ്ട്. താനത് വിടറോ? സ്നേഹമുള്ളിടത്താ വഴക്കും പരിഭവവും സംശയങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. കുട്ടികൾ തന്നെ കണ്ടും പൂട്ടി വിശ്വസിക്കുന്നതല്ലേ? ചെറിയ കാര്യം മതി സംശയം ഉണ്ടാവാൻ. സ്വർണത്തിന്റെ കാര്യത്തിൽ എന്താ തീരുമാനം? ബാങ്കിൽ നിന്ന് പെട്ടെന്ന് പൈസയൊന്നും കിട്ടുമൊന്നുമില്ല. വേറെന്തെങ്കിലും വഴി നോക്കണം. എനിക്കറിയാം, കല്യാണ ചെലവിനുള്ള പൈസ തന്നെ കഷ്ടിയാ. അതിന്റെ കൂടെയാ 60 പവൻ സ്വർണം എന്ന് പറയുന്നത്. സത്യത്തിൽ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ആകാശിനോട് എല്ലാം തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ താനത് സമ്മതിക്കില്ലല്ലോ. അപ്പൊ പിന്നെ അനുഭവിക്കുക, അത്ര തന്നെ. എല്ലാം പറഞ്ഞാലോന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചതാ അഭി. പക്ഷേ അഖിലയ്ക്കത് സങ്കടാവും. അവളുടെ കല്യാണം നടത്താൻ വേണ്ടിയാ ഇത്രയും വലിയൊരു ബാധ്യത എടുത്ത് തലയിൽ വെക്കുന്നതെന്നറിഞ്ഞാ ഉള്ള സന്തോഷം കൂടി പോവില്ലേ? ഇന്നലത്തെ കാര്യം തന്നെ ഓർത്തു നോക്ക്. കലാവതിയെ പേടിച്ചാ അഖിലയോട് പുറത്തു പോണ്ടാന്ന് ഞാൻ പറഞ്ഞേ. അവളത് മനസ്സിലാക്കിയത് വേറൊരു അർത്ഥത്തിലും. എന്റെ അഭിയുടെയും കല്യാണം മുടങ്ങിയതുകൊണ്ടുണ്ടായ അസൂയ എനിക്കെന്ന്. ഞാൻ എന്താ പറയാ? എന്തായാലും കലാവതിയോടുള്ള പേടി തൽക്കാലം മാറ്റി വെച്ചേക്ക്. ഇനിയിപ്പോ പെട്ടെന്നൊരു പ്രകോപനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇല്ലടോ, കുറച്ചു ദിവസത്തേക്ക് അവർ പേടിക്കണ്ട. എനിക്ക് മനസ്സിലായില്ല. ഇതിൽ മനസ്സിലാക്കാൻ ഒന്നുമില്ല. വേണ്ടാധീനം കാണിക്കുന്ന കുട്ടികളെ നമ്മൾ എന്താ ചെയ്യാ? ഉപദേശിക്കും. മഹേന്ദ്രനെ ഞാൻ ചെറുതായിട്ടൊന്ന് ഉപദേശിച്ചിട്ടുണ്ട്. അവന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായി. നല്ല കുട്ടിയാ. കിട്ടേണ്ടത് കിട്ടിയപ്പോഴത്തേക്ക് ആൾ ഡീസൻ്റായി. തല്ലിയോ? അതോട് നമുക്കിപ്പോ നമ്മുടെ കാര്യങ്ങൾ ആലോചിക്കാം. സ്വർണം വാങ്ങാനുള്ള പൈസയാണല്ലോ പ്രശ്നം. പ്രൈവറ്റ് ബാങ്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ചോദിക്കുന്ന കാശ് അവർ തരികയും ചെയ്യും. പക്ഷെ പലിശയാണ് പ്രശ്നം. എന്ത് ചെയ്തിട്ടായാലും പൈസ കിട്ടിയേ പറ്റൂ അബി. ഇന്നലത്തെ വഴക്ക് അച്ഛൻ ഇടപെട്ട് തീർത്തു. പക്ഷേ അഖിലയുടെ മനസ്സ് മാറാൻ ഒരു നിമിഷം മതി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.